ഈ ആഴ്ച എരുമിയൂരിൽ നിന്നുമാണ് നമ്മൾക്ക് കത്ത് ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജ്യോത്സ്യർക്ക്, എൻ്റെ ചേട്ടൻ 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. വീട്ടിൽ പ്രശ്നം വെച്ച് നോക്കിയതിൽ പ്രേതദോഷം കാണുന്നുവെന്നും മരിച്ച് 1 വർഷം തികഞ്ഞ് പ്രേതശാന്തിക്കായി തിലഹോമം ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. തിലഹോമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ചെയ്യുന്നത് കൊണ്ട് മരിച്ചുപോയ എൻ്റെ ഏട്ടന് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അബ്ദദീക്ഷാദിലോപേന പ്രേതായാതാഹ പിശാചതാം എന്നുള്ളതാണ് പറയുക. ഒരു വ്യക്തി മരിച്ച് 1 വർഷം വരെ സാധാരണ രീതിയിലുള്ളതായിരിക്കുന്ന പ്രേതാത്മാവായിരിക്കുമെന്നും 1 വർഷം വരെ യമലോകത്തിലേക്കുള്ള യാത്രയിലായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. ആ സമയങ്ങളിൽ അദ്ദേഹത്തിനെ ഉദ്ദേശിച്ച് ദാനധർമാദികൾ നടത്തുന്നത് ഗുണപ്രദമാണ്. 1 വർഷം തികയുമ്പോഴാണ് യമരാജന്റെ സന്നിധിയിൽ എത്തുന്നത് എന്നും ആ സമയങ്ങളിൽ വിധിപ്രകാരമുള്ള അബ്ദദീക്ഷാദി കർമ്മങ്ങൾ നടത്താതിരുന്നു കഴിഞ്ഞാൽ പ്രേതങ്ങൾ പോയി പിശാചായി മാറുമെന്നും എന്നാൽ പ്രേതത്തിൽ പൈശാചികത്വം ബാധിക്കണമെന്നും സ്വജനാൽ ബാധമാനാസ്തേ ചരന്തീത് ഗലുസ്മൃതിഹി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആരൊക്കെയാണോ സ്വജനങ്ങൾ ആ വ്യക്തികൾക്ക് എല്ലാവർക്കും തന്നെ അത് ബാധയായി തീരും എന്നുള്ളതാണ് പറയാം. കോപാഹ പ്രേതസ്യ കുര്യാ തനയ വിഹനനഞ്ചാമയാധീനനർത്ഥാൻ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേതങ്ങൾ കോപിച്ചു കഴിഞ്ഞാൽ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷപ്രദമായിട്ട് പറയുന്നത്. അതിൽ തന്നെ കുടുംബത്തിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരിക, കലഹങ്ങൾ ഉണ്ടാകുക, വിവാഹ സംബന്ധമായും സന്താന സംബന്ധമായും തടസ്സങ്ങളും ദോഷങ്ങളും അനുഭവിക്കുക എന്നുള്ളതും അപമൃത്യുവും പ്രേതദോഷം നിമിത്തമായി സംഭവിക്കാറുണ്ട്. അതിന് പരിഹാരമായി പറയുന്നത് തൽപ്രീത്യൈ പാർവണാദ്യം പിതൃഗണമനസഹ പ്രീണനം ശ്രാദ്ധകർമ്മമായിട്ട് ചെയ്യുന്നതും കുര്യാച്ച ക്ഷേത്രപിണ്ഡം നടത്തി തിലഹവനം നടത്തി ബ്രാഹ്മണ ഭോജനം ചെയ്യുമ്പോഴാണ് പ്രേതങ്ങളുടെ പ്രീതി കൈവരുന്നത്. അതായത് മഹാസുദർശന ഹവനം 1 വർഷം തികഞ്ഞതിന് ശേഷം മഹാസുദർശന ഹവനത്തിലൂടെ 6.25 പണത്തൂക്കം വീതം വെള്ളി വരുന്ന പുരുഷനാണ് മരിച്ചിരിക്കുന്നത്. പുരുഷ പ്രതിമയിലേക്ക് പ്രേതത്തിനെ ആവാഹിച്ച് പ്രേത സാന്നിധ്യം പ്രേതശുദ്ധി വരുത്തി ഗായത്രി, ഗീതാ തൃഷ്ടിപ്പ്, അഷ്ടാക്ഷരി സുദർശനം എന്നീ മന്ത്രങ്ങളെ കൊണ്ട് ആജ്യാഹൂതി സഹിതം തിലഹവനം നടത്തി പ്രേതശുദ്ധി വരുത്തി പ്രേത സായുജ്യം നടത്തി യഥാവിധി പുണ്യനദിയിൽ ഉത്സർജിക്കുക എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് പ്രേതദോഷ സംബന്ധമായിട്ട് സാധാരണ അനുഷ്ഠിച്ചു വരാറുള്ളത്. അപ്പൊ ഇതിൽ തിലഹോമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രീതാഹ പ്രേതാസ്ത്വമീബിർ വിദദതി സകലാഹ സമ്പദ സന്തതിശ്ച എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സന്തതികളും സമ്പത്തുകളും ഉണ്ടാകണമെങ്കിലും അത് നിലനിൽക്കണമെങ്കിലും പ്രേതങ്ങളുടെ പ്രീതി വളരെ അത്യാവശ്യമാണ്. മരിച്ചതിന് ശേഷം 1 വർഷം തികഞ്ഞതിന് ശേഷം നിങ്ങൾ തിലഹവനം നടത്തുക. ഒരു ദൈവത്തിനെ കണ്ട് പ്രശ്നം ചർത്തിയ ശേഷം യഥാർത്ഥ രീതിയിലുള്ള പുരോഹിതനെ കൊണ്ട് തിലഹവനങ്ങൾ അനുഷ്ഠിക്കുകയും അതിനുശേഷം വർഷം പ്രതി ശ്രാദ്ധവും കാര്യങ്ങളും നടത്തി വരിക.